ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എങ്ങനെയും ചിന്തിച്ച് മനസ്സിന് നമുക്ക് അതിർത്തികളില്ല, നമുക്ക് എങ്ങനെയും ചിന്തിച്ചൊരു ബുക്കിൽ നമുക്ക് വിവരിക്കാം. നമുക്കത് അതിർത്തികൾ നമുക്ക് എങ്ങനെയും എഴുതി വയ്ക്കാം. പക്ഷെ ഒരു ഡയറക്ടർക്ക് അത് വിഷ്വലൈസ് ദൃശ്യഭാഷയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് വരും. എഴുതി വെച്ച് അതേപോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ അത് പകർത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഈ ബുക്കിനോട് സിനിമ നീതി പുലർത്തിയിട്ടുണ്ടോ? അല്ല, അതിന് ഉത്തരം പറയേണ്ടത് പ്രേക്ഷകരാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനൊരു ജയന്റ് വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഈ സിനിമയ്ക്ക് മുന്നിലുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണെന്ന് ബ്ലസ് ചേട്ടനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ രണ്ട് കാര്യങ്ങൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകം അതുപോലെ സിനിമയാക്കാൻ കഴിയില്ല, ഒരുപാട് കാരണങ്ങളാൽ. രണ്ട്, ഒരു വായനക്കാരൻ്റെ സങ്കല്പത്തിനെ ചോദ്യം ചെയ്യാനും പാടില്ല. ഇപ്പം നമ്മളൊരു സിനിമ കാണിച്ചിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്ത മസറ അല്ല ശരി, ഇതാണ് ശരി എന്നൊരു പേഴ്സ്പെക്റ്റീവ് ഒരു ഫിൽം മേക്കർ എടുക്കാൻ പാടില്ല. നിങ്ങൾ കണ്ട നബീൽ അല്ല ശരിക്കും നബീൽ, ഇതാണ്, അങ്ങനെയും നമ്മൾ പറയാൻ പാടില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു വായനക്കാരനിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ജേർണി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതിലേക്കുള്ള മേമ്പൊടികൾ മാത്രമാണ് ഈ സ്പെക്ടാക്കുലർ ലൊക്കേഷനുകൾ, അതിഭയങ്കരമായ ഷോട്ടുകളൊക്കെ അതിനേക്കുള്ള മേമ്പൊടികൾ മാത്രമാണ്. ഇത് ശരിക്ക് അറ്റ് ദ വെരി ബേസിക് ലെവൽ ഈ സിനിമ ഒരു ഡീപ്ലി മെഡിറ്റേറ്റീവ് ക്യാരക്ടർ സ്റ്റഡിയാണ്. ആ ക്യാരക്ടർ സ്റ്റഡിയെ ഫോളോ ചെയ്ത് പോകുന്നിടത്താണ് ഈ കഥയും പശ്ചാത്തലങ്ങളും ലൊക്കേഷൻസും എല്ലാം വരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഒന്ന് പുറകോട്ട് നോക്കിയാൽ സെല്ലുലോയിഡിലെ കഥാപാത്രം റിയലായിട്ട് ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. നിന്റെ മൊയ്തീൻ, അതും റിയൽ ലൈഫായിരുന്നു. ഇപ്പോൾ ആടുജീവിതം റിയൽ ലൈഫാണ്. ഇപ്പം റിയൽ ലൈഫ് ആണെങ്കിലും ഫിക്ഷണൽ ക്യാരക്ടർ ആണെങ്കിലും പ്രോസസ്സ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് പറയുമ്പോൾ റിയൽ ലൈഫ് ആണെന്ന് പറയും. ഈ റിയൽ ലൈഫ് ക്യാരക്ടർ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കിക്ക് എന്താണ്? അല്ല, കിക്കൊന്നുമില്ല. ഈ റിയൽ ലൈഫ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ മൊയ്തീൻ, JC ഡാനിയൽ, ശരിക്കുമുള്ള ഈ വ്യക്തികൾ എങ്ങനെയായിരുന്നു എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു സങ്കല്പമോ ചിത്രമോ ഒന്നും പബ്ലിക് കോൺഷ്യൻസിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇമിറ്റേഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഒറിജിനൽ നജീബിനെ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നൊരു ആവശ്യം വരുന്നില്ല. ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ 1983 എന്ന സിനിമയിൽ രൺവീർ കപിൽ ദേവ് ആയിട്ട് അഭിനയിക്കുന്നു. അവിടെ ഇമിറ്റേഷൻ ആവശ്യമാണ്, അദ്ദേഹത്തിന് അറിയാമല്ലോ. കാരണം കപിൽ ദേവ് എങ്ങനെയാണ് ബോൾ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കപിൽ ദേവ് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സഞ്ജു ചെയ്യുമ്പോൾ ഇമിറ്റേഷൻ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലാണ് ശരിക്കും നമ്മൾ ഈ റിയൽ ലൈഫ് കഥാപാത്രങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക. ഈ ആടുജീവിതത്തിൽ ഒരു ഇമിറ്റേഷൻ്റെ ലെയർ ഇല്ല. ആടുജീവിതത്തിൽ ആ ഫിലിം മേക്കറിൻ്റെ ഇമാജിനേഷനോട് മാത്രമാണ് എൻ്റെ പെർഫോമൻസ് നീതി പുലർത്തിയിരിക്കുന്നത്. ഒറിജിനൽ നജീബും സിനിമയിലെ നജീബും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഒറിജിനൽ നജീബ് അനുഭവിച്ച യാതനകളിലൂടെ അയാൾ കടന്നുപോയ ഇമോഷണൽ ആർക്കിലൂടെ തന്നെയാണ് ഈ കഥാപാത്രവും കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നജീബ് ആദ്യം പുറത്തു പറയാൻ മടിച്ച ഒരു കഥയായിരുന്നു എന്നും പിന്നീട് ബെന്യാമിൻ അദ്ദേഹം എഴുതുകയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പുറത്തു പറയാൻ മടിച്ച ആ ഒരു നാളുകളിൽ നിന്നും ഇന്ന് അദ്ദേഹം, ഞാൻ ചേട്ടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് അറിഞ്ഞതാണ്, ഇന്ന് അദ്ദേഹം ആ സിനിമ കണ്ടതിന് ശേഷം എനിക്കെല്ലാം ഓർമ്മ വന്നു പോയി സാറേ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കില്ല ഒരു പക്ഷേ ഇപ്പോൾ റിലീസായിട്ടില്ല, അതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് അത് തന്നെ ആയിരിക്കില്ല ഒരു പക്ഷേ. തീർച്ചയായിട്ടും. അദ്ദേഹം ഈ സിനിമയുടെ ഫുട്ടേജ് കണ്ടിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, ഒക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അദ്ദേഹത്തിന് അത് ട്രോമാറ്റിക് ആണോ അത്ര തന്നെ ഒരു വലിയ അംഗീകാരമാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആക്ച്വലി നജീബൊക്കെ ഇപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നില്ല. ഈവൻ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്ന ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത്. അന്ന് പോലും ഇത്ര എളുപ്പത്തിൽ ഇത്ര ഓപ്പണായിട്ട് കടന്നുപോയ എക്സ്പീരിയൻസുകളെ കുറിച്ച് അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. അപ്പോൾ പിന്നെ ബെന്നിച്ചേട്ടൻ ആദ്യമായി സമീപിച്ചപ്പോൾ എങ്ങനെ ആയിരുന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഊഹിക്കാം. അത് ദാറ്റ്സ് ഫുള്ളി അണ്ടർസ്റ്റാൻഡബിൾ. എളുപ്പത്തിൽ നമുക്കങ്ങനെ റീകൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ അത്.